ഹായ് എവരിവൺ, വെൽക്കം ടു അനദർ വീഡിയോ. സോ ഞാനിപ്പോൾ ജിമ്മിലോട്ട് പോകാൻ നിൽക്കുക. ഓൾറെഡി ഇപ്പോൾ 2 മണി 2:30 ആവാനായിട്ടുണ്ട്. റൈസും ചിക്കനും ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം പോകാൻ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത്. ഞാൻ എല്ലാ ദിവസവും മോർണിംഗ് കൊണ്ടൊന്നും വീഡിയോ എടുക്കുന്നൊന്നുമില്ല. എനിക്ക് എപ്പോഴാണ് തോന്നുന്നത് ആ സമയത്താണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. എനിക്ക് റെസ്റ്റ് കിട്ടുന്ന സമയവും അങ്ങനെയാണ്. അതുകൊണ്ട് എപ്പോഴാണോ ഞാൻ ഫ്രീ ആയി തുടങ്ങുന്നത് ആ സമയം തൊട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും നിങ്ങൾ കാണുന്നത് എൻ്റെ വീഡിയോ. അല്ലാണ്ട് ഒരിക്കലും മോർണിംഗ് തൊട്ടിട്ടൊന്നുമല്ല. ഞാനത് ചില സമയത്ത് മോർണിംഗുകളിൽ ആഡ് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് ഈവനിങ്ങളിൽ ആഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകാനുള്ള തയ്യാറെടുപ്പിലുള്ള. അതിന് മുമ്പ് ആദ്യം എൻ്റെ പ്രീ വർക്കൗട്ട് കഴിക്കണം, റൈസും ചിക്കനും കഴിക്കണം. ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ റൈസും കൂടെ ആവാൻ വേണ്ടുള്ളൂ. സോ അപ്പോൾ ഞാനത് കഴിക്കട്ടെ. നമുക്ക് ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ വർക്കൗട്ട് ഇപ്പോൾ എന്താ പറയുക പ്രോപ്പറല്ല. അതായത് ഇന്നേ സ്പ്ലിറ്റ് ഇന്നേ ദിവസം ഒന്നും അങ്ങനെ ഫിക്സഡ് ആയിട്ടൊന്നുമില്ല. എനിക്ക് ഏതാണ് റിക്കവറി ആ രീതിയിൽ ഞാൻ ഹിറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണുള്ളത്. അതുകൊണ്ട് ചില വർക്കൗട്ട് റിപ്പീറ്റേഷൻ വരും. വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക സെയിം വർക്കൗട്ട് കണ്ടിന്യൂ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് വേറെ വർക്കൗട്ട്. കാരണം എല്ലാ ദിവസവും ഞാൻ വീഡിയോ ചെയ്യുന്നില്ല അതിൻ്റെ റീസൺ കൊണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നെക്സ്റ്റ് ഒരു വർക്കൗട്ട് ഡേ ആയിട്ട് വേണം. ഓക്കെ, ഫുഡ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന കറിയൊന്നും ഇല്ലാണ്ട്. അപ്പോൾ വെറും ചിക്കൻ എന്താ പറയുക ബോൺലെസ് ചിക്കൻ വേവിച്ചിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നെ ഒരു 100 ഗ്രാം റൈസ്. പിന്നെ ഞാൻ ടേസ്റ്റിന് ഞാൻ ആഡ് ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ ഇപ്പോൾ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെറുതെ ഇടും. ഞാനിപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഓക്കെ, ഇതുണ്ടോ, ചിക്കൻ വരുന്നുണ്ട്, റൈസ് ഉണ്ട്, പിന്നെ ഇത് പൈനാപ്പിൾ ചെറിയ കട്ട് ചെയ്തിട്ടിടുന്നത്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നല്ലോണം എന്താ പറയുക പൊടിക്കും. നന്നായി പൊടിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിക്കും. അത്യാവശ്യം നല്ല രസമാണ്. അതായത് പൈനാപ്പിളിൻ്റെ മധുരം പ്ലസ് ചിക്കൻ്റെ വൃത്തിയായിട്ട ടേസ്റ്റ് ഒന്നുമില്ലല്ലോ ഇതിനകത്ത്, മസാല ഒന്നുമില്ല, ഒരു റൈസാണുള്ളത്. അപ്പോൾ എന്താ പറയുക ഒന്നുമില്ലാണ്ടിരിക്കുമ്പോൾ ഇതൊരു ടേസ്റ്റ് ആ രീതിയിൽ കഴിക്കുന്നത് അത്യാവശ്യം കൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെ ടേസ്റ്റ് ഒന്നും രുചിക്കാത്തോണ്ടെന്ന് അറിയില്ല. ഇതെനിക്ക് ഓക്കെ. ഇപ്പോൾ ഒരു 2 മീലൊക്കെ കഴിക്കാൻ പറ്റിയ സന്തോഷം, അത്ര തന്നെ. പക്ഷേ ഈ പൈനാപ്പിൾ കഴിച്ച് തൊണ്ട മുറിയുന്നുണ്ടോ എന്ന് സംശയം. എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു എന്തോ ഒരു തൊണ്ടേൻ്റെ മുകളിൽ പല്ലിൻ്റെ മുകളിലായിട്ട് എന്തോ അസിഡിക് ഫീലാണ്, എന്തോ അങ്ങനെ എന്തോ. എനിക്കൊന്ന് തോല് ചെറുങ്ങനെ മുറിയുന്നുണ്ടായിരിക്കും. ഇത് ഞാൻ ഇങ്ങനെ ചിക്കൻ ഫുള്ള് പൊടിക്കും, എന്നിട്ട് എല്ലോ ആയിട്ട് കൂട്ടി കഴിക്കുക ചെയ്യുക. വെജിറ്റബിൾ ഞാൻ ബീൻസ് കഴിക്കും. അത് ഞാൻ തോന്നുമ്പോൾ പുഴുങ്ങിയിട്ട് എടുത്ത് കഴിക്കും. ചിക്കൻ്റെ റൈസിൻ്റെ അപ്പുറം ചിലപ്പോൾ കഴിക്കാറില്ല. തോന്നുമ്പോൾ എടുത്ത് മുറിച്ചിട്ട് കഴിക്കും, അല്ലെങ്കിൽ രാത്രി കഴിക്കും. ആ രീതിയിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാനിത് കഴിക്കട്ടെ. കഴിച്ചിട്ട് നേരെ ജിമ്മിൽ പോകണം. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണം. ഇന്ന് ഷോൾഡർ ചെയ്യാനുണ്ട്, പിന്നെ ലെഗ്സ് ചെയ്യാനുണ്ട്. ഈ 2 മാസമാണ് വർക്ക് ബാക്കിയുള്ളത്. ഒന്നൊക്കെ ഇത് രണ്ടും ഞാൻ മിക്സ് ചെയ്ത് ചെയ്യും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഷോൾഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ ലെഗ് ആയിട്ട് നാളെ മറ്റേത് ചെയ്യും. ആ രീതിയിലായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. നോക്കട്ടെ ഏത് മാസത്തിലാണ് കുറച്ചുകൂടെ ഫ്രീ ആയിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉറങ്ങി എഴുന്നേറ്റേ പാടാം. 1/2 മണിക്കൂറായിട്ടുള്ളൂ. കിടന്നുറങ്ങി, രാവിലെ വന്നിട്ട് കിടന്നുറങ്ങി, ഇപ്പോൾ എഴുന്നേറ്റില്ല. അപ്പോൾ ഞാൻ നോക്കട്ടെ ഏത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ബെറ്റർ ചെയ്യാൻ നോക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ച് മിക്സ് ചെയ്ത് ചെയ്യും. കാരണം ജസ്റ്റ് ഞാൻ 2 ദിവസം മുന്നേ ചെയ്ത വർക്കൗട്ട്. അപ്പോൾ പിന്നെ ഒരു ഹെവി ഷോൾഡർ ഡേ പോകണമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഓക്കെ. അപ്പോൾ ജിമ്മിൽ വെച്ച് വേണം. ഇന്ന് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് ലെഗാണ്. ലെഗും പിന്നെ ആപ്സ് ചെയ്യണം, ഫ്രണ്ട് നോട്ട് ഒബ്ലിക്സ്. ഓക്കെ, അപ്പോൾ ഒരു 4 വേരിയേഷൻ ലെഗ്സ് എന്ത് ചെയ്യും, ഇൻക്ലൂഡഡ് കാഫ്. ഇപ്പോൾ ഞാൻ സ്മിത്തിൽ സ്ക്വാട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഒരു ലെഗ് പ്രസ് ചെയ്യണം, പിന്നെ ഒരു ഹാംസ്ട്രിങ് കേൾ, പിന്നെ ഒരു സീറ്റഡ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് കാഫ് റേസ്. അത്രയുള്ള ശേഷം ആപ്സ്. ഓക്കെ, അപ്പോൾ ഇതാ ഫസ്റ്റത്തെ വർക്കിംഗ് സെറ്റ്. മുന്നേ ഞാനൊരു സെറ്റ് ചെയ്ത് വാം അപ്പ് സെറ്റ്. ഇതിപ്പോൾ ഒരു 60 kg വരും പ്ലസ് ബാർ. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് വർക്കിംഗ് സെറ്റ്. ലെറ്റ്സ് ഡു
എനിക്കിത് ലഭിച്ചാൽ ഭയങ്കര മടിയുണ്ട്, ഭയങ്കര മടി. കാരണം ഈ സ്കോട്ടെല്ലാം ചെയ്യുമ്പോഴത്തേക്കിന് ഏതാണ്ട് പരിപ്പണാവും. പിന്നെ ഒറ്റക്കാണ് വർക്കൗട്ട് ചെയ്യുന്നത്, മോട്ടിവേഷൻ കുറവ് അത്ര അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ചെയ്ത് തീർക്കാന്ന് പറയുന്നത് കുറച്ച് പണിപ്പെട്ട കേസാട്ടോ. ബട്ട് ചെയ്യണം, ചെയ്യാണ്ട് വഴിയില്ല. ഞാൻ മുന്നേ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോട്ടൊക്കെ ചെയ്യും, പക്ഷെ ഒറ്റക്ക് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷം മോട്ടിവേഷൻ പോയി. എൻ്റെ തേർഡ് സെറ്റാണ്, സോറി സെക്കൻഡ് സെറ്റ്. ആക്ച്വലി തേർഡ് സെറ്റ് ഫസ്റ്റ് ചെയ്തത് വൗണ്ട് സെറ്റ്, അത്ര വ്യത്യാസം. അത് 30 kg വൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സെക്കൻഡ് സെറ്റ്, വർക്കിംഗ് സെറ്റ് വരുന്നത്. ഇനിയും പുഷ് ചെയ്യാൻ പറ്റും, പക്ഷെ അത്ര ചെയ്യുന്നില്ല, മടുപ്പ്. അപ്പോൾ സ്കോട്ട് കഴിഞ്ഞ് ഇപ്പം നെക്സ്റ്റ് നമുക്ക് ലെഗ് പ്രസ് ചെയ്യാം. സിംഗിൾ ലെഗ് റൈസ്, കുറച്ചുകൂടെ ഫോർവേഡ്സ് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ല. വെയിറ്റ് അടിക്കാം. 2 സെറ്റും കൂടെ ഇതിൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ എന്തായാലും വർക്കൗട്ട് ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. എനിക്ക് കംപ്ലീറ്റ് വീഡിയോസ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല, സോ മാക്സിമം ആഡ് ചെയ്ത് പോവാം. സ്റ്റാൻഡിൻ്റെ കറണ്ട് സെറ്റിംഗ് വെച്ചാൽ ലെഗ്സിൻ്റെ അവസ്ഥയാണ്. ഓക്കെ, അങ്ങനെ ലെഗ്സ് പൊതുവേ കാണിക്കുന്ന കുറവാണ്, എന്തോ ഓർമ്മ ഉണ്ടാവില്ല. ലെഗിൻ്റെ കണ്ടീഷൻ വരുന്നത്. ഓക്കെ, എൻ്റെ ബോഡിയിൽ പൊതുവെ ഒരുപാടധികം ഫാറ്റും വാട്ടറും റിട്ടൈൻ ചെയ്ത് നിൽക്കുന്നൊരു ബോഡി പാർട്ടാണ് തൈസ് മസിൽ. അതുകൊണ്ട് തന്നെ സപ്രഷൻ വരാൻ ഭയങ്കര പാടാണ്. വെയിൻ ഔട്ടാവുന്നില്ല, ബട്ട് മസിൽസ് തമ്മിൽ സപ്രഷൻ വരുന്നില്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ്. എന്നാലും ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ബട്ട് ഞാൻ പറയാം, കമ്പയർ ചെയ്യുമ്പോൾ ബോഡി ആകെ ടോട്ടലി ചേഞ്ച് ആയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലെഗ്സ് ഭയങ്കര വീക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓപ്പൺ ചെയ്യാത്തതും ഫിസിക്ക് ചൂസ് ചെയ്തത്. ടോട്ടൽ വോളിയം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ മെൻ ഫിസിക്കിനാണ് ബെറ്റർ ഞാൻ അറിയുന്നത്. ചുമ്മാ ഇറങ്ങിപ്പോണവരുടെ നിർത്തി ചെയ്യുമ്പോൾ കുറച്ച് മെൻ്റലി ഓക്കെ ചെയ്താൽ നാലാളെ കൂട്ടത്തിൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ ഉണ്ട്. മെൻ ഫിസിക്കാണ്, പക്ഷേ ഓപ്പണിൽ അത്രയില്ല. അതുകൊണ്ടാണ് ആ പരിപാടി അങ്ങ് വിട്ടുപിടിച്ച് ഫ്യൂച്ചറിൽ നോക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്, അല്ലാണ്ട് ഇപ്പം ഒന്നുമില്ല. അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് വർക്കൗട്ട് വന്നിട്ട് എക്സ്റ്റൻഷൻ. ഇത് ഒരു 3 സെറ്റിന് ചെയ്യാം. അപ്പോൾ അത്ര മതിയാവില്ല ഇതിൻ്റെ വർക്കൗട്ട്, ഒരുപാട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. പിന്നെ ഒരു കാഫിൻ്റെ വർക്കൗട്ട്, സ്റ്റാൻഡിങ് കാഫ് റൈസ്. സീറ്റഡ് കാഫ് റൈസ് ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായി. സോ ഇപ്പോൾ വന്നിട്ട് സ്റ്റാൻഡിങ് കാഫ് റൈസ് ചെയ്യാം.
അപ്പോൾ അടുത്ത് വന്നിട്ട് സ്റ്റാൻഡിങ് കോൺഫറൻസ് ലാസ്റ്റ് വർക്കൗട്ട്. അപ്പോൾ ഞാനിത് മാറി മാറി ചെയ്യാറ്. ഒന്നുകിൽ സീറ്റഡ് കോൺഫറൻസ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റാൻഡിങ് കോൺഫറൻസ്. രണ്ട് വർക്കൗട്ട് ഒരു ദിവസം ചെയ്യാറില്ല, മാറി മാറി ചെയ്യും. അതായിരിക്കും കുറച്ച് ബെറ്റർ. ഒരുപാട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്കത് മോഡിഫൈ ചെയ്യാം. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ എന്താ എപ്പോഴും ടയർഡാന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, എല്ലാ കാര്യങ്ങളും ഡയറ്റ്, വർക്കൗട്ട്, ഡ്രസ് വാഷിങ്, വീട് വൃത്തിയാക്കൽ എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ടയർഡായിരിക്കും, ജോലി ഉണ്ടാവും, വെറുതെ ഇരിക്കുന്ന സമയമൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ആ ഗ്യാപ്പിൽ ഞാൻ കിടന്നുറങ്ങും, കാരണം അത്രയും ടയർഡാണ്. ഒന്ന് റീസൺ ഡയറ്റ്, രണ്ടാമത് പ്രപ്പിൻ്റെ ഡയറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റെ ഡിഫറെൻ്റാണ്. പ്ലസ് ഞാൻ എപ്പോഴും ഒരുപാട് കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്തിട്ടുള്ള ടയർനെസ് കുറയും. എല്ലാം കൂടെ നല്ല രസമായിരിക്കും ഒരു ദിവസം. അപ്പോൾ കിട്ടുന്ന ഗ്യാപ്പ് ഞാൻ കിടന്നുറങ്ങും. പണ്ടത്ര ആൾക്കാർ ഇതായിരുന്നു. ചിലപ്പോഴൊക്കെ ടയർഡാണെങ്കിലും ഫോണും പിടിച്ചടിയിരിക്കും, ഉറങ്ങാൻ പറ്റാറില്ല. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, പിന്നെ കിടക്കാൻ കണ്ടാൽ മതി, കിടന്നുറങ്ങില്ല, അങ്ങനത്തെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ ഈ വർക്കൗട്ട് ഫിനിഷ് ചെയ്യട്ടെ, ഒരു 2 സെറ്റും കൂടെ ചെയ്യണം. അത് കഴിഞ്ഞ് നേരെ കാർഡിയോ ആപ്സും കൂടെ ചെയ്യും. എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് നമുക്ക് കാണാം, അതായത് കുറച്ച് ബെറ്റർ. വർക്കൗട്ട് കുറച്ച് ഫാസ്റ്റായി ചെയ്യണമെന്നുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് എനിക്കിപ്പോൾ സമയമില്ല. അടുത്ത സെഷൻ ഉണ്ട് 7 മണിക്ക്. അപ്പോൾ അതിന് മുമ്പ് ഇതെല്ലാം ഫിനിഷ് ചെയ്ത് കാർഡിയോ ചെയ്ത് റൂമിലെത്തി പോസ്റ്റ് വർക്കൗട്ട് മീലും കഴിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ വർക്കൗട്ട് ഞാൻ ഫിനിഷ് ചെയ്യട്ടെ, വീട്ടിലെത്തി കാണാം, അതായിരിക്കും ബെറ്റർ.